ഇന്നത്തെ ചിന്തയ്ക്കായി നമുക്ക് യെരമ്യാ പ്രവചനം 23-ാം അധ്യായം അതിന്റെ 29-ാമത്തെ വാക്യം വായിക്കുന്നു. യെരമ്യാവ് 23-29 ഇങ്ങനെ വായിക്കുന്നു: എന്റെ വചനം തീ പോലെയും പാറയെ തകർക്കുന്ന ചുറ്റിക പോലെയും അല്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട്. എന്റെ വചനം തീ പോലെയും പാറയെ തകർക്കുന്ന ചുറ്റിക പോലെയും അല്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട്. സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നമ്മൾ ദൈവത്തിന്റെ തീ എങ്ങനെ നമ്മളിൽ കത്തിക്കൊണ്ടിരിക്കണം എന്നതിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒന്ന് രണ്ട് കാര്യങ്ങൾ അതിനുള്ള ബന്ധത്തിൽ നാം ചിന്തിച്ചു കഴിഞ്ഞു. ദൈവത്തെ ആരാധിക്കുമ്പോൾ ആ തീ നമ്മൾ കത്തുന്ന അനുഭവങ്ങളെ കുറിച്ച്, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുമ്പോൾ ആ തീ നമ്മളെ കത്തുന്ന അനുഭവങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ വായിച്ചു. അതിന്റെ ആവശ്യത്തെ കുറിച്ച് നമ്മൾ വായിച്ചു. ഇന്ന് ചിന്തിക്കുന്ന കാര്യം ഈ ദൈവവചനവുമായി ബന്ധപ്പെട്ടിട്ടാണ്. നമ്മളെ കത്തിക്കുന്നത് ദൈവവചനത്തിനുള്ള പങ്ക്. ഹല്ലേലൂയ. അല്ലെങ്കിൽ നമുക്കറിയാം, ബൈബിൾ എന്ന് പറയുന്നത് അതൊരു മോട്ടിവേഷണൽ ബുക്ക് അല്ല, കുറെ ഐഡിയാസ് പറഞ്ഞു തരുന്ന ഒരു ബുക്കല്ല, അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ലൈഫിന് വേണ്ടിയിട്ട് കുറെ ഐഡിയാസ് തരുന്ന ഒരു ബുക്കല്ല ബൈബിൾ എന്ന് പറയുന്നത്. ബൈബിൾ വായിക്കുന്നതിനും പഠിക്കുന്നതിനും ഒക്കെ പരിശുദ്ധാത്മാവിന്റെ സഹായമില്ലാതെ നമുക്ക് കഴിയത്തില്ല. കാരണം ഇത് എഴുതപ്പെട്ടത് പരിശുദ്ധാത്മാവിനാലായതിനാൽ, ഇത് ദൈവമായതിനാൽ. സ്തോത്രം. ഹല്ലേലൂയ. യേശു ക്രിസ്തുവുമായിട്ട് ഇതിനെ റെഫർ ചെയ്യുന്ന ദൈവവചനങ്ങൾ ലോഗോസ് എന്ന രീതിയിലൊക്കെ നമുക്ക് പഠിക്കുമ്പോൾ കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വചനം വായിക്കുക എന്ന് പറയുന്നത് മാനുഷിക രീതിയിൽ ഒത്തിരി സ്ട്രഗിൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. കാരണം അതിൻ്റെ സ്പിരിറ്റ് തലം ഉള്ളത് കൊണ്ട് നമുക്ക് ആത്മാവിലെ ഇത് ചെയ്യാൻ സാധിക്കത്തുള്ളൂ, ഇതിനെ സ്നേഹിക്കാൻ കഴിയത്തുള്ളൂ. ഇതിനെ സ്നേഹിക്കുമ്പോൾ ഇത് നമ്മെ സ്നേഹിക്കാൻ തുടങ്ങും. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ ഇതിനെ ദൈവവചനത്തെ തീ ആയിട്ട്, ഇപ്പൊ ഞാൻ വായിച്ച വചനം പ്രകാരം തീ ആയിട്ടാണ് ഇവിടെ കാണപ്പെടുന്നത്. ദൈവവചനം നമ്മുടെ പാപങ്ങളെ ശുദ്ധീകരിക്കുകയും നമ്മുടെ ഹൃദയങ്ങളെ ശോധന ചെയ്യുകയും ചെയ്യുന്ന ഒരു തീയുടെ അനുഭവത്തെ കുറിച്ച് ദൈവവചനത്തെ ഇവിടെ കാണാൻ സാധിക്കുന്നു. അപ്പോൾ തന്നെ ചുറ്റികയോട് ഓർമ്മിക്കുന്നു. സ്തോത്രം. ഹൃദയത്തിന്റെ കഠിനതയെ തകർക്കുന്ന, അല്ലെങ്കിൽ സ്തോത്രം കൂടുതൽ നമ്മുടെ ചുറ്റിക എന്തെങ്കിലുമൊക്കെ തറയ്ക്കാനൊക്കെ ഉപയോഗിക്കും, അല്ലെ കൂടുതൽ ആഴത്തിലോട്ട് നമ്മളെ സബ്മിസീവ് ആക്കുന്ന, അല്ലെങ്കിൽ കീഴടങ്ങളിൽ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു ആയുധമാണെന്ന് വേണമെങ്കിൽ പറയാം ബൈബിൾ, അല്ലെങ്കിൽ ദൈവവചനം എന്ന് പറയുന്നത്. അപ്പം പറഞ്ഞു വന്നത്, ദൈവവചനം എന്ന് പറയുന്നത് അത് കേവലം വാക്കുകളല്ല, മറിച്ച് ഹല്ലേലൂയ സ്തോത്രം, അത് നമ്മൾ ശക്തമായ ആന്തരിക മാറ്റങ്ങൾ വരുത്തുന്ന ഒരു ദൈവിക അരുളപ്പാടാണ്, ഇൻസ്പിറേഷനാണ് എന്നൊക്കെ വേണമെങ്കിൽ, ദൈവിക ദൂതുകളാണ് ദൈവവചനം എന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. നമുക്കറിയാം, ഈ കുരുവി എന്ന് പറയുന്ന ഒരു പക്ഷിയുണ്ട്, അല്ലെങ്കിൽ തേനീച്ച പക്ഷി എന്നൊക്കെ പറയും. പുറത്ത് രാജ്യങ്ങളിലേക്ക് ഒരുപാട് ഹമ്മിങ് ബേർഡ് എന്ന് പറയും. ആ പക്ഷിയെ കുറിച്ച് പഠിക്കുമ്പോൾ ആ പക്ഷി എന്താ പറയാ, ലോകത്തിലെ ഏറ്റവും ചെറിയ പക്ഷികളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു പക്ഷിയാണ് ഹമ്മിങ് ബേർഡ്. അതിനെ ഹമ്മിങ് ബേർഡ് എന്ന് പറയും. അപ്പൊ അതിന്റെ ഒരു പ്രത്യേകത വെച്ചാൽ അതിങ്ങനെ പുറകോട്ട് പറക്കാനായിട്ട് കഴിവുണ്ട് ആ പക്ഷികൾക്ക്. അപ്പൊ അത് ചെയ്യുന്ന പക്ഷികള് മിനിറ്റിൽ ആയിരക്കണക്കിന് തവണയൊക്കെയും ചിറകടിച്ചൊക്കെ പറക്കുന്ന പക്ഷികളാണ്. പക്ഷെ അവരുടെ ഭക്ഷണം എന്ന് പറയുന്നത് തേനാണ്. അവര് പൂക്കളിൽ വന്നിരുന്നിട്ട് അതിനെ ജസ്റ്റ് ഇങ്ങനെ തലോടി പോവുകയല്ല ചെയ്യുന്നത്. ആ പൂക്കളിലെ തേൻ മുഴുവൻ അവരിങ്ങനെ നുകർന്ന് കുടിക്കും. സ്തോത്രം. അപ്പൊ ദൈവവചനം നാം ഭക്ഷിക്കേണ്ട ഇതുപോലെയാണ്. നമ്മൾ ജസ്റ്റ് ഒരു പുസ്തകം എടുക്കുന്നു, തുറക്കുന്നു, വായിക്കുന്നോ, അങ്ങനെയല്ല. ഒരുപക്ഷെ ഒരധ്യായം നാം വായിക്കുന്നെങ്കിൽ അതിൽ നമ്മൾ സ്റ്റക്ക് ചെയ്യണം. നമ്മൾ ദൈവം സംസാരിക്കുന്ന ചിലത് ഒരു വാക്യമായിരിക്കാം, അല്ലെങ്കിൽ 2 വാക്യമായിരിക്കാം. നമ്മൾ അതിനെ എടുത്തിട്ട് അതിനെ ധ്യാനിക്കാൻ തുടങ്ങും. സ്തോത്രം. ഈ പക്ഷി തേൻ കുടിക്കും പോലെ അതിന്റെ സ്വീറ്റ്നെസ് നുകരാൻ വേണ്ടിയിട്ട്, ഹല്ലേലൂയ, അതിൽ തീ നമ്മളിൽ, ആ ചൂട് നമ്മളിലോട്ട് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം. സ്തോത്രം. അതിനെ നമ്മൾ ഇങ്ങനെ ഭക്ഷിക്കാൻ തുടങ്ങും. സ്തോത്രം. ദൈവവചനം കണ്ടെത്തി ഭക്ഷിക്കുന്നു എന്ന് സംഗീതക്കാരൻ പറയുന്നത് പോലെ അത് നമ്മൾ ഭക്ഷിക്കാൻ ആരംഭിക്കണം. ഇതിലൂടെ എന്നോട് സംസാരിച്ചേ പറ്റുക. കാരണം ഇത് ഞാൻ പറഞ്ഞല്ലോ, കേവലം വാക്കുകളല്ല, ഇത് ദൈവത്തിന്റെ അരുളപ്പാടാണ്. സ്തോത്രം. അത് നമ്മൾ രൂപാന്തരപ്പെടുന്ന, നമ്മൾ പണിയുന്നതാണ്, നമ്മളെ കത്തിക്കുന്നതാണ്. അതുകൊണ്ട് ആ തേൻ ആ പക്ഷി കുടിക്കുന്നത് പോലെ അതിന്റെ സ്വീറ്റ്നെസ്സിന് വേണ്ടിയിട്ട് നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യണം. അത് നമ്മൾ ഡേ ആൻഡ് നൈറ്റ് നമ്മൾ ധ്യാനിക്കണം, നമ്മൾ അതിനെ മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ആ വചനം നമ്മോട് സംസാരിക്കും. നിങ്ങളത് പ്രാക്ടീസ് ചെയ്ത് നോക്കണം. ഹല്ലേലൂയ. ഒരു പക്ഷേ ഒരു സങ്കീർത്തനത്തിലെ ഒരു അധ്യായമായിരിക്കാം നിങ്ങൾ എടുക്കുന്നത്, അല്ലെങ്കിൽ ഒരു ചാപ്റ്റർ ആയിരിക്കാം നിങ്ങൾ എടുക്കുന്നത്. അത് വായിച്ചിട്ട് ഒരുപാട് അധ്യായങ്ങൾ വായിക്കുന്നതിന് പകരമായിട്ട് ആ വായിക്കുന്ന വചനത്തിൽ ദൈവം നിങ്ങളോട് സംസാരിക്കുന്നതിനെ നോട്ട് ചെയ്തിട്ട് അത് ഹൃദയത്തിലിട്ട് ധ്യാനിക്കാൻ തുടങ്ങണം. സ്തോത്രം.
അപ്പോൾ നമുക്കറിയാം ആ വചനത്തിന്റെ ശക്തി നമ്മൾ ചെയ്യുന്നത്. ദൈവം നമ്മോട് സംസാരിക്കുന്നത് എപ്പോഴും ഒരു പ്രവാചകനിലൂടെ കൂടെ ദൈവം ഹലപ്പാടെ തരണമെന്ന് നിർബന്ധമില്ല. കർത്താവ് ഇങ്ങനെ നമ്മോട് സംസാരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നെങ്കിൽ ഈ വഴിക്ക് നാം കർത്താവിന്റെ സന്നിധിയിൽ നമ്മെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ തുടങ്ങി നോക്കിക്കേ. സ്തോത്രം. ഹാല വലിയ രൂപാന്തരങ്ങളെ പരിശുദ്ധാത്മാവ് നമ്മുടെ ലൈഫിൽ ചെയ്തു തരുവാനൊക്കെ ഇടയായി തീരും. ഹാലിൽ ചില വാക്യങ്ങൾ കൂടി വായിക്കുന്നു. ലൂക്കോസ് 24:32 യേശു കർത്താവ് ഉയർത്തുന്നതിന് ശേഷം ശിഷ്യന്മാരോട് കൂടെ നടന്നു പോകുമ്പോൾ കർത്താവ് വചനങ്ങളിൽ സംസാരിക്കുമ്പോൾ അവർ പറയുന്ന ഒരു അനുഭവമുണ്ട്. അവൻ വഴിയിൽ നമ്മോട് സംസാരിക്കുമ്പോഴും തിരുവഴുത്തുകളെ തെളിയിക്കുമ്പോഴും നമ്മുടെ ഹൃദയം ഉള്ളിൽ ജ്വലിച്ചുകൊണ്ടിരുന്നല്ലേ. ഉണ്ടോ? ദൈവവചനം സംസാരിച്ചപ്പോൾ, യേശു സംസാരിച്ചു തുടങ്ങിയപ്പോൾ അവർ ഹൃദയം ജ്വലിക്കാൻ തുടങ്ങി. സ്തോത്രം. എന്നവർ തമ്മിൽ പറയുന്ന ഒരു ഭാഗമുണ്ട്. അപ്പോൾ നമ്മൾ ഈ വചനം കേൾക്കുമ്പോൾ സ്തോത്രം ഹാല ദൈവത്തിന്റെ തീ നമ്മുടെ ഉള്ളിൽ നമ്മെ ജ്വലിപ്പിക്കും, നമ്മെ കത്തിക്കാൻ ഇടയായിത്തീരും. അപ്പോൾ തന്നെ വേറെ ഭാഗം കൂടി വായിക്കാനായി പറയുന്നു. സങ്കീർത്തനം 39:3 പറയുന്നു, ദൈവവചനം ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന ദൈവഭക്തനെ കുറിച്ച് എന്റെ ഉള്ളിൽ ഹൃദയത്തിന് ചൂട് പിടിച്ചു, എന്റെ ധ്യാനത്തിങ്കൽ തീ കത്തി, അപ്പോൾ ഞാൻ നാവെടുത്ത് സംസാരിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. ദൈവവചനം ധ്യാനിച്ചപ്പോൾ ഹല്ലേലൂയ ഭക്തന്റെ ഉള്ളിൽ തീ പിടിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. അവൻ നാവെടുത്ത് സംസാരിച്ചതിനെ കുറിച്ച് അവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ സ്തോത്രം ഹല്ലേലൂയ വേറെ വചനം കൂടി വായിക്കാനായിട്ട് താല്പര്യപ്പെടുന്നു. സ്തോത്രം. ഞാൻ പറഞ്ഞു വന്നത് സ്തോത്രം പൗലോസ് ഇവിടെ പറയുന്ന വേറൊരു കാര്യമുണ്ട്. സ്തോത്രം. കൊലോസ്യർ 4:3 ഇങ്ങനെ പറയുന്നത്, എനിക്ക് ബന്ധന കാരണമായ ക്രിസ്തുവിന്റെ മർമ്മം പ്രസ്താവിപ്പാൻ തക്കവണ്ണം ദൈവം ഞങ്ങൾക്ക് വചനത്തിന്റെ വാതിൽ തുറന്നു തരുന്നു. അപ്പോ വചനത്തിനൊരു ഡോറുണ്ട്. സ്തോത്രം. അത് തുറന്നു തരുന്നത് ദൈവമാണ്. സ്തോത്രം. ഹല്ലേലൂയ. അതെല്ലാവർക്കും ആക്സസ് ഉള്ള ഒരു കാര്യമല്ല, ദൈവമാണ് തുറന്നു തരുന്നത്. ആ ഒരു എന്താ പറയാ, ആ അരുളപ്പാടുകളെ, ആ ഇന്റർപ്രിട്ടേഷൻസിനെ നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയണമെങ്കിൽ പരിശുദ്ധാത്മാവ് നമുക്ക് ആ ഡോർ തുറന്നു തന്നെങ്കിൽ മാത്രമേ നമുക്ക് അതിനകത്തോട്ട് എൻട്രി ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. സ്തോത്രം. എല്ലാവർക്കും ദൈവം തുറന്നു കൊടുക്കുന്നില്ല. എന്നാൽ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ, നമ്മൾ അതിനു വേണ്ടി ഒത്തിരി പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ ഡോർ കർത്താവ് നമുക്ക് തുറന്നു തരും. ആ ഗേറ്റ് ദൈവം നമുക്ക് തുറന്നു തരും. നമുക്ക് അതിലൂടെ പ്രവേശിക്കാനായിട്ട് സാധിക്കും. സ്തോത്രം. അതിൽ നമുക്ക് സന്തോഷിക്കാനായിട്ട് സാധിക്കും. ആ വചനത്തിൽ അതിൽ നമുക്ക് സോക്ക് ചെയ്യാനായിട്ട്, അതുമായിട്ട് ഒന്നു ചേരാനായിട്ട് ദൈവം നമ്മെ സഹായിക്കും. അത് നമ്മളെ കത്തിക്കുന്ന ദൈവങ്ങളെ. സ്തോത്രം. നമ്മളിൽ ഒരു പക്ഷേ നമ്മളെ ഡെയിലി നമ്മൾ ദൈവവചനം കേൾക്കുന്നുണ്ട്. ഈ കേൾക്കുന്ന പോലും നമുക്കത് അതിൻ്റെതായ അർത്ഥത്തിൽ നമുക്ക് മനസ്സിലാകണമെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മളിൽ ആ ഒരു ഡോറ് നമുക്ക് തുറന്നു തന്നെങ്കിൽ മാത്രമേ സാധിക്കത്തുള്ളൂ. സ്തോത്രം. അതിനെ കേവലം നമ്മൾ കേട്ടുവിടാനല്ല. സ്തോത്രം. ആ വചനത്തിന്റെ ശക്തി അതുപോലെ നമ്മുടെ ലൈഫിൽ പ്രവർത്തിക്കണമെങ്കിൽ ദൈവം പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിച്ചെങ്കിൽ മാത്രമേ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് കർത്താവിന്റെ പ്രാർത്ഥന, കർത്താവെ ആ ഡോർ എനിക്ക് തുറന്നു തരണം. സ്തോത്രം. എനിക്ക് ആ ഡോർ തുറന്നു തന്നെ ആ മർമ്മങ്ങളെ കാണുവാൻ തന്നെ, ഹിഡൻ ആയിട്ടുള്ള കാര്യങ്ങളെ. ദൈവവചനം പലപ്പോഴും എപ്പോഴും ഓപ്പൺ ആയിട്ടിരിക്കുന്ന ഒരു സംഭവമല്ല. അതിലോട്ട് കയറണമെങ്കിലും അതിൽ നിന്ന് പെറുക്കിയെടുക്കണമെങ്കിലും ചില ഹിഡൻ ആയിട്ടുള്ള ചില ഏരിയാസ് ഉണ്ട്. ദൈവം എപ്പോഴും അങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. സ്തോത്രം. എല്ലാവർക്കും എല്ലാം വെളിപ്പെടുത്തി കൊടുക്കുന്ന ദൈവമല്ല, ചിലതൊക്കെയും മറച്ചു വെളുക്കുന്ന ദൈവം നമ്മുടെ ദൈവം. പക്ഷെ നമ്മൾ അതിലോട്ട് എൻട്രി ചെയ്യണമെങ്കിൽ സ്തോത്രം ചില കടമ്പകളുണ്ട്, ചില ശുദ്ധീകരണ പ്രക്രിയകളുണ്ട്. സ്തോത്രം. ചില തകർക്കപ്പെടലുകളുണ്ട്. സ്തോത്രം. ചില കത്തിക്കലുകളുണ്ട്. ആ പ്രോസസ്സിലൂടെ കടന്ന് നമ്മൾ അതിനോട്ട് കയറുമ്പോൾ മാത്രമേ സ്തോത്രം. കാരണം ഇതിന്റെ വില അത്ര മാത്രമാണ്. അതുകൊണ്ടാണ് സ്തോത്രം. അപ്പോൾ മാത്രമേ ആ ശക്തി നമുക്ക് അനുഭവിക്കാൻ, ആ ചൂട് നമുക്ക് അനുഭവിക്കുവാൻ, അത് നമ്മളെ രൂപാന്തരപ്പെടുത്തുന്നു, അത് നമ്മളെ കത്തിക്കാനൊക്കെ നമ്മൾ ഇടയായി തീർത്തുള്ളൂ. ഞാൻ പറഞ്ഞില്ല, കഴിഞ്ഞ ദിവസം ഞാൻ സംസാരിച്ചല്ലോ, ജീസസ് ഈസ് ലോർഡ് എന്ന് പറയുമ്പോൾ പിശാചിന്റെ ലോകം വിറയ്ക്കും. സ്തോത്രം. യേശു കർത്താവ് എന്ന് പറയുമ്പോൾ പിശാച് വിറയ്ക്കും. സ്തോത്രം. അങ്ങനെയെങ്കിൽ ഈ ദൈവവചനങ്ങളെ നാം ഉരുവിടുമ്പോൾ പിശാചും അവന്റെ ലോകം എത്രത്തോളം വിറയ്ക്കുന്നതാണ് നമ്മൾ മനസ്സിലാക്കണം. നാം വായിക്കുന്ന ഓരോ വചനവും സ്തോത്രം അതിൻ്റെതായ പ്രവർത്തികളെ ചെയ്തെടുക്കുന്ന വചനങ്ങളാണ്. അത് നാം വിശ്വസിക്കുക, അത് നാം ഉരുവിടുക, അത് നാം മെഡിറ്റേറ്റ് ചെയ്യുക, ധ്യാനിക്കുക, രാവും പകലും ധ്യാനിക്കുക. മറ്റ് ചിന്തകളെല്ലാം വെടിഞ്ഞിട്ട്, ആകുല ചിന്തകളും പ്രയാസങ്ങളൊക്കെ മറന്നിട്ട് ഈ വചനം നമ്മൾ ധ്യാനിച്ച് ഇതിനെ ഭക്ഷിച്ചു തുടങ്ങിക്കുക, ഇതിനെ പ്രസ്താവിച്ചു കൊണ്ടിരുന്ന് നോക്കിക്കുക, നമ്മുടെ ജീവിതത്തിന്റെ തലങ്ങളെ മാറും. അപ്പോൾ തന്നെ കൂടുതലായിട്ട് പരിശുദ്ധാത്മാവുമായിട്ടുള്ള ബന്ധത്തിൽ ഈ വചനത്തിന്റെ ആഴങ്ങളെ, കർത്താവേ ആ ഡോർ എനിക്ക് തുറന്നു തരണം. അല്ല, പൗലോസിന് തുറന്നു കൊടുത്തതുപോലെ ഇവിടെ പറയുന്നത്, എനിക്ക് ബന്ധനകാരമായ ക്രിസ്തുവിന്റെ മർമ്മം പ്രസ്താവിപ്പാൻ തക്കവണ്ണം ദൈവം ഞങ്ങൾക്ക് വചനത്തിന്റെ വാതിൽ തുറന്നു. അപ്പോസ്തലൻ തടവിലായിരിക്കുമ്പോൾ സുവിശേഷം പ്രസംഗിക്കുന്ന അവസരങ്ങൾക്ക് വേണ്ടിയിട്ട് ആ വചനത്തിന്റെ വാതിൽ തുറന്നു കിട്ടാൻ വേണ്ടി തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സഭയോട് ആവശ്യപ്പെട്ട
ഒരു ഭാഗമാണ് നമ്മൾ വായിച്ചത്. സ്തോത്രം. അപ്പോൾ ദൈവം തുറന്നു തരാതെ നമുക്കിതോട് പ്രവേശിക്കാൻ കഴിയത്തില്ല, നമുക്കിത് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. ഒരു ദിവസങ്ങളിൽ നാം പ്രാർത്ഥിക്കുക, കർത്താവേ ആ തീയനിൽ കത്തട്ടെ, ആ വചനത്തിന്റെ തീയനിൽ കത്തട്ടെ, അതിനിൽ വലിയ രൂപാന്തരങ്ങൾ ഉണ്ടാക്കട്ടെ. അപ്പോൾ തന്നെ കൂടുതൽ ക്രിസ്തുവിനെ മർമ്മങ്ങളെ മനസ്സിലാക്കുവാൻ, ദൈവത്തെ മനസ്സിലാക്കുവാൻ, ദൈവീയ കാര്യങ്ങളെ മനസ്സിലാക്കുവാൻ ഈ വചനം എന്നിൽ ഇടയാക്കട്ടെ എന്നൊരു പ്രാർത്ഥനയോടെ ദൈവമായ കർത്താവ് നമ്മെ അതിനായിട്ട് ഒരുക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തുന്നു. ദൈവമായ കർത്താവ് എല്ലാവരെയും